പുത്തനച്ചി പരപ്പുറം തൂക്കും. ഇത് പണ്ടുള്ളവർ പറയുന്നത് എത്ര അച്ചട്ടായ കാര്യമാണ്. പുതിയ ഗതാഗത അരമന്ത്രി, ഫുൾ മന്ത്രിയല്ല, അരമന്ത്രി നമ്മുടെ സ്വന്തം ഗണേശപിള്ള കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങൾക്കും അഭിമുഖങ്ങൾ കൊടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വടി കൊടുത്ത് അടി വാങ്ങുന്നത് അദ്ദേഹത്തിനൊരു പുതുമയല്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അത് അനുഭവത്തിൽ കണ്ടെന്നും ഒക്കെയാണ് വീരവാദം മുഴക്കിയത്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കാത്തവരുടെ കോൾ എടുക്കില്ലെന്നും തട്ടിവിട്ടു. അച്ഛൻ്റെ കാലത്ത് അടൂർ കോളേജിൽ ജോലി വാങ്ങിക്കൊടുത്ത ഒരു നേതാവിൻ്റെ കാര്യവും പറഞ്ഞു. എൻ്റെ ഗണേശപിള്ളയെ, അയാളോട് താങ്കളുടെ അച്ഛൻ കാണിച്ച കൊള്ളരുതായ്മകൾ അതുകൂടി എന്താ പറയാഞ്ഞത്? ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നത് അയാളെ ജീവിതകാലം മുഴുവൻ അടിമയാക്കാനാണോ? താങ്കളുടെ അച്ഛൻ ചാനലിൽ പറഞ്ഞു താങ്കൾ ചെയ്തു കൂട്ടിയത് പറയാൻ കൊള്ളില്ലെന്ന്. അദ്ദേഹം മരിച്ചാൽ പോലും കാണാൻ ചെല്ലേണ്ടെന്നാണ് സ്വന്തം പിതാവ് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിലോ? അത് ചോദിച്ചത് സ്വന്തം അച്ഛൻ തന്നെയാണ്. പിന്നെ താങ്കളുടെ വിവരവും ബോധവും താങ്കളുടെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തന്നെയുണ്ട്. 2001 ആദ്യമായി മത്സരിക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ബികോം, അടുത്തതിൽ ബികോം കംപ്ലീറ്റഡ്, അതിനടുത്തതിൽ പ്രീ ഡിഗ്രി, മുകളിൽ നിന്നും താഴോട്ടാണ്. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ ഇന്നലെ ഇപ്പോൾ രാജിവെച്ച മറ്റൊരു അരമന്ത്രി ആൻ്റണി രാജു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കഴിവുള്ള താങ്കൾ ഇനി എല്ലാ മാസവും 1-ാം തീയതി KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുമല്ലോ എന്ന്. ആ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ താങ്കൾ ഈ പണി നിർത്തി പഴയ പണിക്ക് പോകണം. ഗതാഗത വകുപ്പിൽ അഴിമതിയാണെന്ന് താങ്കൾ സാക്ഷ്യപ്പെടുത്തി. ഈ അഴിമതികൾ ആരാ തുടങ്ങി വെച്ചത്? ഓർമ്മയുണ്ടോ? അച്ഛൻ ഭരിക്കുമ്പോൾ ഗതാഗത വകുപ്പിലെ ജീവനക്കാരന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം വേണമെങ്കിൽ വാളകത്തുള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരനായ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ പോയി കാണണം. അദ്ദേഹം പച്ചക്കൊടി വീശണം. ഇന്ന് അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവർ സാക്ഷ്യപ്പെടുത്തിയേനെ. താങ്കളുടെ പ്രസ്താവനകൾക്ക് മറുപടി അവർ പറഞ്ഞേനെ. ഏതായാലും അടുത്ത മുന്നണി യോഗത്തിൽ താങ്കൾക്കെതിരെ ആഞ്ഞടിക്കാനാണ് ആൻ്റണി രാജുവിൻ്റെ തീരുമാനം. താനെടുത്ത തീരുമാനങ്ങൾ തിരുത്തുന്നതും അതെല്ലാം അഴിമതിയാണെന്ന് വരുത്തി തീർക്കുന്നതും നല്ലതിനല്ലെന്നാണ് ആൻ്റണി രാജുവിൻ്റെ നിലപാട്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം വകുപ്പിലെ ചോർച്ച കണ്ടത് എങ്ങനെയാണെന്ന് ആൻ്റണി രാജു ചോദിച്ചത് സത്യമല്ലേ? നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും മരാമത്ത്, ആരോഗ്യ, വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചയാളാണ് താങ്കൾ. അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതായിരുന്നുവെന്നും അതേ നാണയത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും ആൻ്റണി രാജു പറഞ്ഞത് നമ്മളെല്ലാം ലൈവായി കണ്ടതാണ്. ഗണേശൻ്റെ പിതാവിനൊപ്പം MLA ആയിരുന്ന ആളാണ് ആൻ്റണി രാജു. ഗാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, ഇറങ്ങിക്കളിക്കാനാണ് പാട്. മുൻ ഗതാഗത മന്ത്രിമാർ ഉണ്ടാക്കി വെച്ച 3150 കോടിയുടെ കടം 2900 കുറച്ചു. 1000 കോടി പലിശയും അടച്ചു. അല്ലാതെ 1 രൂപയും കടത്തിൽ കൂട്ടിയിട്ടില്ല. KSRTC കമ്പ്യൂട്ടറൈസേഷൻ നടത്തി. ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ്. എല്ലാ ഡിവിഷനിലും പ്രൊഫഷണലിസം കൊണ്ടുവന്നു. ഇനി വരുന്നവർക്ക് സുഗമമായി ഭരിക്കാം. അഴിമതിക്ക് ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത ആളാണ് ആൻ്റണി രാജു. ആൻ്റണി രാജുവിനെതിരെ അഴിമതി ആരോപണമില്ല. അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ടുമില്ല. ആൻ്റണി രാജു തന്നെ സാക്ഷ്യപ്പെടുത്തി. പുതിയ മന്ത്രി വന്നു. KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകിയാൽ നല്ല കാര്യമാകുമെന്നും ആൻ്റണി രാജു കളിയാക്കി. ഇത് വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അച്ഛനെ വരെ പറയിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ വായു നാക്കും അടക്കി വെച്ചാൽ നന്നായിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ അവതാരങ്ങൾ ഉണ്ടാകില്ലെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും താങ്കൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത്. അവതാരങ്ങളില്ലെങ്കിൽ താങ്കളുടെ കൂടെ ആര് കാണും? ഉള്ളവരെല്ലാം അവതാരങ്ങളും സ്തുതിപാഠകരുമാണ്. അവർക്ക് കാശിന് വിലയില്ലെങ്കിൽ ആരും കാണില്ല. അതും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും.